നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ വാണിയമ്പലത്തിനും തൊടിയപ്പലത്തിനുമിടയിൽ റെയിൽ പാളത്തിന് വിള്ളൽ. അധികൃതർക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിൻ പിടിച്ചിട്ടു. 1.5 മണിക്കൂറിന് ശേഷം താൽക്കാലികമായി തകരാർ പരിഹരിച്ചാണ് ട്രെയിൻ കടത്തിവിട്ടത്. ജലസ്രോതസ്സുകളിൽ നീരൊഴുക്ക് കുറഞ്ഞു. നീരൊഴുക്ക് കുറഞ്ഞതോടെ പാടശേഖരങ്ങളിലെ ജലാംശം കുറഞ്ഞത് നെൽകൃഷി ഉണങ്ങുന്നതിന് കാരണമാവുന്നു. ജലാംശം കുറഞ്ഞതോടെ അമരമ്പലത്തെ ചേലോട് പാടശേഖരത്തെ നെൽകൃഷി നശിക്കുന്നു. കരുളായി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം LDF അംഗത്തിന് 1ാം വാർഡ് അംഗം E വസന്തകുമാരിയെയാണ് എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. അലി അക്ബറിന് പകരം ഷീബ പൂഴിക്കുത്ത് സ്ഥാനം ഏറ്റെടുത്ത ഒഴിവിലേക്കാണ് വസന്തകുമാരിയെ തെരഞ്ഞെടുത്തത്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ റോഡുകൾക്ക് ഭരണാനുമതി ലഭിച്ചെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. നബാർഡ് 11.5 കോടിയും PWD 15.5 കോടിയും പദ്ധതിക്കായി മാറ്റിവെച്ചെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. റെയിൽവേ പാളത്തിലെ വിള്ളൽ കാരണം നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 1.5 മണിക്കൂർ വൈകി. രാവിലെ 9 മണിക്ക് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് വാണിയമ്പലത്തിനും തൊടിയപ്പുലത്തിനുമിടയിൽ കരുവാറ്റക്കുന്നിൽ കുടുങ്ങിയത്. അപകടം നേരത്തെ കണ്ടെത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മുറിഞ്ഞ പാളങ്ങൾ 2 ഇഞ്ചോളം അകന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് കിടന്നിരുന്നത്. ട്രാക്കിൽ പരിശോധന നടത്തുന്ന ജീവനക്കാരനാണ് റെയിൽവേ പാളം അപകടകരമായ നിലയിൽ അകന്നു നിൽക്കുന്നത് കണ്ടെത്തിയത്. രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. ഈ സമയം നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പാസഞ്ചർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് അപകട സ്ഥലത്ത് എത്തിയിരുന്നു. ജീവനക്കാരൻ ഷർട്ട് അഴിച്ച് വീശിയാണ് അപകടം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രദേശത്ത് നിർത്തിയ ട്രെയിൻ പ്രത്യേക ക്ലാമ്പ് ഘടിപ്പിച്ച ശേഷം 1.5 മണിക്കൂർ വൈകിയാണ് യാത്ര തിരിച്ചത്. പാളം വെൽഡിംഗ് നടത്തി യോജിപ്പിച്ച ഭാഗമാണ് പൊട്ടിയകന്നത്. 2 ഇഞ്ചോളം അകന്നതിനാൽ ക്ലാമ്പ് ഘടിപ്പിച്ചുവെങ്കിലും പ്രദേശത്ത് വളരെ പതുക്കെയാണ് തീവണ്ടി കടന്നുപോകുന്നത്. വെൽഡിംഗ് നടത്തുന്ന പ്രവൃത്തികൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് അങ്ങാടിപ്പുറം എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസർ അറിയിച്ചു. വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തി കടന്നുപോകുന്ന മണ്ണ് ലോറികൾ മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏറെ ദുരിതമാകുന്നു. ഇങ്ങനെ സർവീസ് നടത്തുന്ന വാഹനങ്ങളാകട്ടെ അധികവും അനധികൃതമായി മണ്ണും മണലും കടത്തുന്നവയുമാണ്. മണലും പാറപ്പൊടിയും നിറച്ച ലോറികളാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. മലയോര മേഖലകളിലെ പ്രധാന റോഡുകളിലും ഗ്രാമീണ റോഡുകളിലും ഇത് സ്ഥിരം കാഴ്ചയാണ്. പാറപ്പൊടി, മണൽ തുടങ്ങിയവ ടിപ്പർ ലോറികളിൽ മൂടിക്കെട്ടാതെ കൊണ്ടുപോകുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഏറെ ദുരിതമാവുന്നുണ്ട്. അനധികൃതമായി ഓടുന്ന വാഹനങ്ങളാണ് ഇതിൽ കൂടുതലും. മണലും പാറപ്പൊടിയും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മൂടിക്കെട്ടി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന നിയമത്തെ കാറ്റിൽ പറത്തിയാണ് മണലിനെയും പാറപ്പൊടിയെയും റോട്ടിൽ പരത്തുന്നത്. ഇതുവഴി യാത്രക്കാർക്കും റോഡ് സൈഡിലെ കടകൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ ഊരുകൂട്ട സംഗമത്തിന്റെ ഭാഗമായി ഉണർവ് 2011 സംഘടിപ്പിച്ചു. വാണിയമ്പുഴ കോളനിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പട്ടികവർഗ യുവജനകാര്യ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി നിർവഹിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആദിവാസി കോളനികളിലെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി വർഗീസ്, ജില്ലാ കളക്ടർ MC മോഹൻദാസ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് സേതുരാമൻ IPS, DFO നോർത്ത് ജോർജി P മാത്തച്ചൻ IFS, മുനിസിപ്പൽ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത്, വിവിധ പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന നഗലോടിയിൽ സ്വാഗതവും സെക്രട്ടറി PB ഷാജു നന്ദിയും പറഞ്ഞു. കേരള വിദ്യാഭ്യാസ വകുപ്പും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി സംഘടിപ്പിച്ച വിജ്ഞാനോത്സവം മേഖലാതല മത്സരങ്ങൾക്ക് കരുളായി KMHS ഹൈസ്കൂളിൽ സമാപനമായി. സമാപന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ SP വേണുഗോപാൽ സമ്മാന വിതരണം നടത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ PS രഘുറാം, CR കവിത, NK മണി, KR മധുസൂദനൻ, ബാലഭാസ്കർ എന്നിവർ ക്ലാസ് എടുത്തു. ചടങ്ങുകൾക്ക് N ബാലാജി, CK മുരളീധരൻ, സുനിൽ കമ്മത്ത്, P സജിൻ, PK ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. ജലസ്രോതസ്സുകളിൽ ജലമൊഴുക്ക് നിലച്ചതോടെ പാടശേഖരങ്ങളിലെ ജലാംശം ഇല്ലാതായത് 15ഓളം ഏക്കർ നെൽകൃഷി ഉണങ്ങി നശിക്കുന്നതിന് കാരണമാവുന്നതായി പരാതി. അമരമ്പലം പഞ്ചായത്തിലെ ചേലോട് പാടശേഖരത്തിലെ നെൽകൃഷിയാണ് ജലദൌർലഭ്യം കാരണം ഉണങ്ങി നശിക്കുന്നത്. അമരമ്പലം പഞ്ചായത്തിലെ പ്രധാന പാടശേഖര സമിതികളിൽ ഒന്നാണ് ചേലോട് പാടശേഖര സമിതി. 125ഓളം ഹെക്ടർ പാടശേഖരങ്ങളുള്ള ഈ സമിതി നെൽകൃഷിക്കായി ജലം എത്തിച്ചിരുന്നത് പാടശേഖരത്തിന്റെ തെക്ക് വശത്തിലൂടെ ഒഴുകിയിരുന്ന വലിയ തോടിനെ ആശ്രയിച്ചായിരുന്നു.
എന്നാൽ വേനലാകുന്നതിന് മുൻപ് തന്നെ വലിയ തോടിലൂടെയുള്ള നീരൊഴുക്ക് നിലച്ചതോടെ 15 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം കതിരിട്ട് വിളവിന് പാകമായി തുടങ്ങിയിട്ടുള്ളവയുമാണ്. എന്നാൽ ബാക്കി വരുന്ന ഭാഗത്തെ നെൽകൃഷിയാകട്ടെ കുംഭമാസത്തോടെ മാത്രമേ കൊയ്യാനാവുകയുള്ളൂ. വലിയ തോടിലെ വെള്ളം വറ്റി പാടങ്ങളിൽ ജലാംശം കുറഞ്ഞ് നെല്ല് ഉണങ്ങിയ സ്ഥിതിക്ക് പാടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഉണക്കം ബാധിക്കുമെന്നും ഇത് നെൽച്ചെടിയെയും കതിരിടുന്ന പ്രക്രിയയെയും ബാധിക്കുമെന്നുമാണ് കർഷകർ പറയുന്നത്. പാടശേഖരത്തിനേക്കാളും താഴ്ചയിൽ വലിയ തോട് ഒഴുകുന്നതിനാൽ തോടിൽ വെള്ളം കുറയുമ്പോൾ പാടശേഖരങ്ങളിലുള്ള ജലാംശം തോടിലേക്ക് വലിയുന്നതാണ് പാടത്തെ ജലാംശം കുറയുന്നതിന് കാരണമായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിവരുടെ കൃഷിയാണിപ്പോൾ ഇതിപ്പോൾ കൊയ്യാൻ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 2 മാസം കഴിഞ്ഞാലേ ഇത് കതിരാവുള്ളൂ. ആ കതിരാവണമെങ്കിൽ വെള്ളമില്ലാതെ പറ്റുള്ളൂ. ഇവിടെ ഒരു 3-3.5 മീറ്റർ വെള്ളം നിൽക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് വെള്ളം ഒന്നൂക്കൽ കനാലെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ നീർത്തടത്തിലൊരു കിണറിന് കൊടുത്തിട്ടുണ്ട്. കിണർ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാവും ഈ നെല്ല് നശിച്ചു പോകാതിരിക്കാൻ. ഈ അവസ്ഥ തുടർന്നാൽ വേനൽ വരുന്നതോടെ മേഖലയിലെ നെൽകൃഷി പൂർണ്ണമായും ഉണങ്ങുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മേഖലയിലെ വലിയ പാടശേഖര സമിതിയിലെ കർഷകരെയും നെൽകൃഷിയെയും സംരക്ഷിക്കുന്നതിന് ചേലോട് മുണ്ടക്കുളത്തിൽ നിന്നും പാടശേഖര സമിതിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി കനാൽ നിർമ്മിക്കുകയോ പാടശേഖര സമിതിയോട് ചേർന്ന് കിണർ നിർമ്മിക്കുന്നതിനോ കൃഷി വകുപ്പോ ഗ്രാമപഞ്ചായത്തോ മറ്റ് സർക്കാർ ഏജൻസികളോ തയ്യാറാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇനിയൊരു ഇടവേള.